ബ്ലാക്ക് ഡ്രസ്സിൽ ക്യൂട്ട് ലുക്കിലാണ് ഇന്ന് ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലൊന്ന് ഒരുങ്ങി നടക്കുന്നത്. ഗബ്രി പോയതിന് ശേഷമെല്ലാം മിക്കപ്പോഴും ഒരുങ്ങാതെ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം ഇട്ട് അലസമായി നടക്കുന്ന ജാസ്മിനെയാണ് ഗബ്രി പോയതിനു ശേഷം മിക്കപ്പോഴും കാണാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിനെല്ലാം ഒരു മാറ്റമുണ്ട്. ഗബ്രി വന്നതിന്റെ സന്തോഷത്തിലാണോ എന്നറിയില്ല, ജാസ്മിൻ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയാണ് നടപ്പ്. ഗബ്രിയുടെ അടുത്ത് പോയി എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ലുക്ക് എങ്ങനെയുണ്ട്, സുന്ദരിയായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാക്സിമം സമയം ഗബ്രിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് ജാസ്മിൻ ശ്രമിക്കുന്നത്. എന്നാൽ ഗബ്രി ജാസ്മിൻ അറിയാത്ത രീതിയിൽ മാക്സിമം ഒഴിഞ്ഞുമാറി നടക്കുന്നുണ്ട്. മാത്രമല്ല, പണ്ടത്തെ പോലെ ജാസ്മിനെ അങ്ങോട്ട് പോയി കൈപിടിക്കാനും ഒറ്റയ്ക്ക് പോയിരിക്കാനുമൊന്നും ഗബ്രി അധികം ശ്രമിക്കുന്നില്ല. എന്നാൽ ജാസ്മിനാണെങ്കിൽ ഗബ്രിയും കൂട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എന്നാൽ നൈസായിട്ട് അതിൽ നിന്നും ഒഴിവായി നടക്കുകയാണ് ഗബ്രി. എന്നാൽ ജാസ്മിനെ പോസിറ്റീവായി നിർത്തുന്നുമുണ്ട്. ഗബ്രി വന്നതിന് ശേഷം ജാസ്മിന്റെ ഉള്ളിലുള്ള സന്തോഷം മുഴുവൻ പുറത്തു കാണുന്നുണ്ട്. അത്രയധികം ഹാപ്പിയാണ് ജാസ്മിൻ. സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ജാസ്മിൻ അറിയില്ല. ഗബ്രിയുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുകയാണ് ജാസ്മിൻ. ഒറ്റയ്ക്കിരിക്കാൻ സമയം കിട്ടുമ്പോഴെല്ലാം പുറത്തെ കാര്യങ്ങൾ അറിയാൻ ജാസ്മിൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാൽ ഗബ്രി അതിബുദ്ധിമാനായതുകൊണ്ട് തന്നെ നൈസായി അതിനെല്ലാം ഒഴിവാക്കി വിടുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഗബ്രിയിൽ നിന്നും അറിയാതെ പോലും ഒരു കാര്യവും പുറത്തു വരാൻ സാധ്യതയില്ല. രണ്ടാം വരവിൽ ഗബ്രിയായിട്ട് ഇതുവരെ ഒരു നെഗറ്റീവും ജാസ്മിൻ ഉണ്ടാക്കിയിട്ടില്ല. ജാസ്മിൻ ഓരോന്നും ചോദിക്കുമ്പോൾ ഗബ്രി അത് തന്നെ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുമ്മാ ജാസ്മിനെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ. പിന്നീട് അവർ അതൊരു കളിയാക്കി മാറ്റി. ഒരാൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ മറ്റവരും ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചു സമയം ഇവർ ഇതൊരു ഫൺ ടാസ്ക് പോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.